ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിവിൽ PSC ക്വസ്റ്റ്യൻ ബാങ്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫ്രെയിം വർക്ക് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് ക്രോസ് ബീം laid in alternative layer is called. The framework of horizontal and cross beam laid in alternative layer is called creep, drip, grip, none of this. എന്താ ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ആൻഡ് ക്രോസ് ബീമിൻ്റെ ഫ്രെയിം വർക്കിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ക്രീപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: The ratio of gradient of rock-fill cofferdam is. The ratio of gradient of rock-fill cofferdam is 1:1, 1:2, 2:2, 2:1. Answer 1:1. ചില കേസിൽ എർത്തേൺ കോഫർഡാമിൻ്റെ ഗ്രേഡിയൻറ്റ് ചോദിക്കാറുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ 2:1 ആണ് ആൻസറായിട്ട് വരിക. Third question: the top of a cofferdam should be higher than water level by. The top of a cofferdam should be higher than water level by 1 meter, 4 meter, 2 meter, 5 meter. Answer 1 meter. Next question: why is shaft A used in pneumatic caisson? Why is shaft A used in pneumatic caisson? To remove the eroding soil, to fill in concrete, for movement of workers, all of these. എന്തുകൊണ്ടാണ് ന്യൂമാറ്റിക് കേസിൽ ഷാഫ്റ്റ് A യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ആൻസർ to remove the eroding soil. Eroding soilsനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: എ കൾവേർട്ട് ഹാസ് സ്പാൻ ലെസ് ദാൻ ഡാഷ് മീറ്റർ. എ കൾവേർട്ട് ഹാസ് സ്പാൻ ലെസ് ദാൻ ഡാഷ് മീറ്റർ. 9, 12, 3, 6. അതായത് കൾവേർട്ട് എത്ര മീറ്ററിൽ കുറഞ്ഞതാണ് കൾവേർട്ട് എന്ന് പറയുന്നത്? 6 മീറ്ററാണ്. 6 മീറ്റർ വരെയുള്ളതാണ് എന്ത്? കൾവേർട്ട് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ഫ്ലോർ ലെവൽ ആൻഡ് റിഡ്യൂസ്ഡ് ലെവൽ ഈസ് കോൾഡ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ HFL ആൻഡ് RL ഈസ് കോൾഡ് ഫ്ലെക്സ്, ഫ്രീ ബോർഡ്, ഫ്ലെക്സ് ബോർഡ്, സ്ട്രോങ് ബോർഡ്. HFLൻ്റെയും RLൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോർഡ്. സെവൻത്ത് ക്വസ്റ്റ്യൻ: ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദി ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഡാഷ്. ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദി ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഡാഷ്. വിൻഡ് വാൾ, എബട്ട്മെൻറ്റ്, റിട്ടൈനിങ് വാൾ, പിയർ. എൻഡ് സപ്പോർട്ടിന് നമ്മൾ അബട്ട്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് വിങ് വാൾ എന്ന് പറയുന്നത്? വിങ് വാൾ എന്നാണ് കേട്ടോ. വിൻഡ് എന്നല്ല, വിങ് വാൾ എന്നാണ്. വിങ് വാൾ എന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡ് ഓഫ് ദി അബട്ട്മെൻറ്റിനെയാണ് വിങ് വാൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്: one or more rectangular or square shaped exit door are. One or more rectangular or square shaped exit door are in a slam culvert, in a pipe culvert, in a arch culvert, in a box culvert. Answer box culvert. അതായത് ഒന്നിൽ കൂടുതൽ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ഡോർസ് വരുന്നത് ബോക്സ് കൾവേർട്ടിലാണ്. ആർച്ച് കൾവേർട്ടിലാണെങ്കിൽ 2 വെർട്ടിക്കൽ വാൾസ് ആണ് ഉണ്ടാവുക. ഇനി സ്ലാം കൾവേർട്ട് ആണെങ്കിൽ RCC സ്ലാബ് പ്ലേസ്ഡ് അപ്പോൺ മാസണറി അബോവ് അബട്ട്മെൻറ്റ് ഇൻ ആൻഡ് പിയർ. ഇനി പൈപ്പ് കൾവേർട്ട് ആണെങ്കിൽ മെയ്ഡ് സ്റ്റീൽ ഓർ RCC. പിന്നെ അതായത് സ്റ്റീൽ അല്ലെങ്കിൽ RCC യൂസ് ചെയ്തിട്ടായിരിക്കും പൈപ്പ് ഉണ്ടാവുക.
പിന്നെ അത് കൊടുക്കുന്നത് റെയിലിൻ്റെ അല്ലെങ്കിൽ റോഡിൻ്റെയൊക്കെ താഴെ ഭാഗത്താണ്. അപ്പോൾ ഒരു റോഡൊക്കെ ടോപ്പിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിൽ കൾവേർട്ടാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ കൾവേർട്ട് കൊടുക്കുന്നത്, പൈപ്പ് കൾവേർട്ട് കൊടുക്കുന്നത്. 9th question. In open spandrel arch bridge floor is supported. In open spandrel arch bridge floor is supported beams and columns, suspenders, more than one arches. അതായത് ഓപ്പൺ സ്പാൻഡ്രൽ ആർച്ചിൽ ഒരു ബ്രിഡ്ജിൻ്റെ കേസിൽ ഓപ്പൺ സ്പാൻഡ്രൽ ആർച്ചിൽ അതിൻ്റെ ഫ്ലോർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ആൻസർ മോർ ദാൻ 1 arches. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ റിമൂവ്ഡ് ഫ്രം എ കേസൺ through compressed air, through disturbed current, through even current, none of these. Answer through compressed air. അതായത് ഒരു കേസണിൽ വാട്ടർ റിമൂവ് ചെയ്യുന്നത് എയർ കംപ്രസർ യൂസ് ചെയ്തിട്ടാണ്. ഇനി 11th question. Highway bridges and railway bridges are classified under. Highway bridges and railway bridges are classified under based on degree of redundancy, based on span length, based on loading, based on purpose. ഹൈവേ ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ ബ്രിഡ്ജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആൻസർ ബേസ്ഡ് ഓൺ പർപ്പസ്. അതിൻ്റെ പർപ്പസ് അനുസരിച്ചാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 12th question. The slab of slab culvert is made of dash. The slab of a slab culvert is made of dash. Freeboard, RCC, clay, all of this. അതായത് സ്ലാബ് കൾവേർട്ടിൻ്റെ സ്ലാബ് എന്തുകൊണ്ടാണുള്ളത്? ആൻസർ RCC. 13th question. Which foundation is used at a river bed that has various type of soil with very less than bearing capacity? Which type of foundation is used at a river bed that has various type of soils with very less than bearing capacity? Pile foundation, raft foundation, spread foundation, caisson foundation. Answer raft foundation. അതായത് റിവർ ബെഡിലൊക്കെ നമ്മൾ, അതായത് ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിൽ, എക്സാമ്പിൾ റിവർ ബെഡൊക്കെ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. പിന്നെ ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ലോഡ് യൂസിങ് വാൾ ഓർ കോളം, അതായത് ഒരു വാളിലൂടെ അല്ലെങ്കിൽ ഒരു കോളത്തിലൂടെ ആയിരിക്കും ലോഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഓവർ ലാർജ് ഏരിയയിൽ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ്. പിന്നെ ഹൈ വിയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിൽസിലേക്കാണ് പൊതുവെ സ്പ്രെഡ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. പിന്നെ പൈൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി യൂസ്ഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെയാണ് കൂടുതലായിട്ട് പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർ ബിൽഡ് ടു സീ ഓർ റിവർ, അതായത് പിന്നെ കടലിൽ അല്ലെങ്കിൽ റിവറിൽ അവിടെയൊക്കെ എന്തെങ്കിലും നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവിടെയാണ്, അതിനടുത്തേക്ക് കൺസ്ട്രക്ട് ചെയ്യണം, അവിടെയാണ് നമ്മൾ ഈ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. പിന്നെ കേസൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ലൈക്ക് സർക്കുലാർ ഓർ റെക്ടാങ്കുലാർ, അതായത് സർക്കുലാർ അല്ലെങ്കിൽ റെക്ടാങ്കുലാർ ടൈപ്പ് ആയിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെന്താ വാട്ടർ ടൈറ്റ് റീറ്റെയിനിങ് സ്ട്രക്ചറാണ്, മെയ്ഡ് ഇൻ ടിമ്പർ, അയേൺ ഓർ കോൺക്രീറ്റ്. In 40th question. If the bridge is constructed at an angle of 90 degree to the direction of flow, it is called dash. If the bridge is constructed at an angle of 90 degree, the direction of flow is called dash. Suspension bridge, skew bridge, straight bridge, RCC bridge. 90 ഡിഗ്രിയിൽ അതിൻ്റെ ആംഗിൾ വരുന്ന ടൈപ്പ് ബ്രിഡ്ജിനെ നമ്മൾ സ്ക്യൂ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. 15th question. The slab structure of the bridge support superstructure consist. The substructure of the bridge support superstructure consist door, windows, lintel, etc. Abutment, wing walls, foundation for piers and abutment, etc. Masonry bond of English bond, Flemish bond and garden bond. None of these. അതായത് ഒരു സബ്സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജിൻ്റെ
അതായത് ഒരു സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജിൻ്റെ സപ്പോർട്ട്സ് എന്തൊക്കെയായിരിക്കും, സബ്സ്ട്രക്ചറിൽ കൊടുക്കുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് അബട്ട്മെൻറ്റ്, വിങ് വാൾസ്, ഫൗണ്ടേഷൻസ് ഫോർ ദി പിയേഴ്സ് ആൻഡ് അബട്ട്മെൻറ്റ് എക്സെട്ര. 16th question. In which dam is 20 meter deep are waterproofed? In which dam is 20 meter deep are waterproofed? Earthen coffer dam, cellular coffer dam, single wall coffer dam, rockfill coffer dam. 20 meter ഡീപ്പിൽ വരുന്ന ഡാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സെല്ലുലാർ കോഫർ ഡാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡെപ്ത് എത്രയായി വരുന്നത് നോക്കാം. എർത്തൺ കോഫർ ഡാം ആണെങ്കിൽ അതിൽ 2 മീറ്റർ വരെയാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ റോക്ക്ഫിൽ കോഫർ ഡാം ആണെങ്കിൽ അതിൽ 3 മീറ്ററാണ് വരുന്നത്. പിന്നെ സിംഗിൾ വാൾഡ് കോഫർ ഡാം ആണെങ്കിൽ 5 to 6 മീറ്ററാണ് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളാം. എർത്തൺ കോഫർ ഡാം ആണെങ്കിൽ 2 മീറ്റർ, സിംഗിൾ വാൾഡ് ആണെങ്കിൽ 5 to 6 മീറ്റർ, റോക്ക്ഫിൽ ആണെങ്കിൽ 3 മീറ്റർ. 17th question. Intermediate support of the bridge is called abutment, pier, wing wall, tunnel. Intermediate സപ്പോർട്ടിനെ നമ്മൾ പിയർ എന്നാണ് വിളിക്കുന്നത്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് സപ്പോർട്ട്സിനെയാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടണൽ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് പാസേജ് വേ ആണ്. അത് എന്തിൻ്റെ കേസിലേക്കാണ്, റോക്ക് ആൻഡ് എർത്ത്, സറൗണ്ടിങ് സോയിൽ ഓഫ് റോക്ക് ആൻഡ് എർത്ത്, അതിൻ്റെയൊക്കെ കേസിലാണ് അത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഓക്കെ, വിങ് വാൾ എന്ന് പറയുന്നത് ബോത്ത് സൈഡ് ഓഫ് ദി അബട്ട്മെൻറ്റിൻ്റെ 2 സൈഡിലും കൊടുക്കുന്ന ഹോൾസിനെയാണ് വിങ് വാൾ എന്ന് പറയുന്നത്. 18th question. Scouring dash the stability of bridge. Scouring dash the stability of the bridge. Stabilizers, increase, decrease, no affecting. അതായത് സ്കൗറിങ് എന്ന് പറയുന്നത് എന്താണ്, ചുഴി എന്നൊക്കെ പറയാം. നമ്മളിപ്പം റിവർ ബെഡിൽ പിന്നെ എന്തെങ്കിലും ഫൗണ്ടേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം വന്നിട്ട് അടിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്കൗറിങ് ആക്ഷൻ വരും. അത് ചുഴി എന്നൊക്കെ പറയാം. ആ ചുഴിയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ആ ബ്രിഡ്ജിനെയൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ആൻസർ അതിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ സ്കൗറിങ് ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ബ്രിഡ്ജിൻ്റെ സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക. ഓക്കെ. 19th question. The minimum value of freeboard is 16 cm, 14 cm, 13 cm, 17 cm. മിനിമം വാല്യൂ ഓഫ് ഫ്രീബോർഡ് എന്ന് പറയുന്നത് 16 cm ആണ്. Twentieth question. A bridge composed of several small spans for crossing a valley is called as. A bridge composed of several small spans for crossing a valley is called as a viaduct, highway, an aqueduct, footbridge. Answer a viaduct. Next question. In case of deck bridge, the platform of the bridge is supported. In case of deck bridge, the platform of the bridge is supported at the side of the bridge, at the top of the bridge, at the bottom of the bridge. None of these. എന്താണ് ചോദിച്ചത്, അതായത് ഡെക്ക് ബ്രിഡ്ജിൻ്റെ കേസിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഇൻ കേസ് ഓഫ് ഡെക്ക് ബ്രിഡ്ജ്, ദ പ്ലാറ്റ്ഫോം ഓഫ് ദി ബ്രിഡ്ജ് സപ്പോർട്ടഡ്, അതായത് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വെൻ ദ ഫ്ലോർ എ ബ്രിഡ്ജ് യൂസ്ഡ് ട്രാഫിക് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അറ്റ് ദി ടോപ്പ് ഓഫ് ദി ബ്രിഡ്ജാണ് ആൻസർ. അതായത് വെൻ എ ഫ്ലോർ ഓഫ് എ ബ്രിഡ്ജ് യൂസ്ഡ് ട്രാഫിക്കിന് വേണ്ടിയാണ് ഫ്ലോർ യൂസ് ചെയ്ത് കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൻ്റെ ടോപ്പാണ് ഇതിന് നമ്മൾ ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഓഫ് ദി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി ബ്രിഡ്ജാണ്. ഇനി ത്രൂ ബ്രിഡ്ജിൻ്റെ ആണെങ്കിൽ ഫ്ലോർ ഈസ് കൺസ്ട്രക്റ്റഡ് ലോവർ പാർട്ട് ഓഫ് മെയിൻ ഗ്രിഡ്. പിന്നെ സെമി ത്രൂ ബ്രിഡ്ജ് ആണെങ്കിൽ ഫ്ലോർ സിറ്റുവേറ്റഡ് സെൻറ്റർ
സെൻറ്റർ റെയർലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ബ്രിഡ്ജാണ് സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 22 question. Determinate and indeterminate bridge are classified under. Determinate and indeterminate bridge are classified under based on degree of redundancy, based on span length, based on loading, based on material used for construction. അതായത് ബ്രിഡ്ജിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിൻ്റെ കേസിലാണ്? ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് റിഡൻഡൻസി ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ റോഡ് എഞ്ചിനീയേഴ്സ് the major bridges are constructed in the span of dash. According to the road engineers, the major bridges are constructed in the span of dash. 20 meter to 30 meter, 50 meter to 20 meter, 6 meter to 15 meter, over 30 meter. Answer over 30 meter ആണ്. ഇനി മൈനർ ബ്രിഡ്ജസ് ആണെങ്കിൽ 20 meter to 30 meter ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.